ആ അമ്മയ്ക്ക് നിത്യതയിൽ അഭിമാനിക്കാം. വീട്ടിലെ മേശയിൽ റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റ് എന്ന 5 വയസ്സുകാരന് കുർബാന വിരിയൊരുക്കിയ മിൽഡ്രഡ് ആഗ്നസ് പ്രെവോസ്റ്റ് വാർത്തെടുത്തത് ഭാവി പാപ്പയെ ആയിരുന്നു. ഇല്ലിനോയ്സിലെ ഡാൾട്ടണിലുള്ള ഭവനത്തിൽ സമപ്രായക്കാർ മറ്റു കളികളിൽ ഏർപ്പെടുമ്പോൾ 5 വയസ്സുള്ള കുഞ്ഞു റോബ് മേശയിൽ വിരിവിരിച്ച് ദിവ്യബലി ചൊല്ലുന്ന വൈദികനായി വേഷം ധരിച്ച് ദിവ്യബലി അർപ്പിക്കുന്നതായി ഭാവിക്കുമ്പോൾ അതിനുവേണ്ട ഒരുക്കങ്ങൾ ചെയ്തുകൊടുത്തും മകനെ പിന്തുണച്ചും അമ്മ മിൽഡ്രഡ് ആഗ്നസ് ഒപ്പമുണ്ടായിരുന്നതായി ലയോ 14 പാപ്പയുടെ സഹോദരൻ പങ്കുവയ്ക്കുകയുണ്ടായി. സ്വർഗത്തിന് മാത്രം പൂർണ്ണമായി മനസ്സിലാകുന്ന ഭാഷയിൽ വൈദികനെ പോലെ കുർബാന ചൊല്ലിയും ആംഗ്യങ്ങൾ കാണിച്ചും മകന്റെ കുട്ടിക്കളിയെ ആ അമ്മ ഭാവിയുടെ മുന്നാസ്വാദനമായി ഉറ്റുനോക്കിയിരുന്നു. പൗരോഹിത്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ട മകന്റെ ഹൃദയവിചാരങ്ങൾ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിരുന്ന ആ അമ്മ 14 വയസ്സുള്ളപ്പോൾ സെമിനാരിയിൽ പോകാൻ ബോബ് പ്രകടിപ്പിച്ച ആഗ്രഹത്തെ അഭിമാനത്തോടെ പിന്തുണച്ചു. സ്വന്തമായി പിടിച്ചുവെക്കാതെ ദൈവത്തിന് പൂർണ്ണമായി മകനെ വിട്ടുകൊടുക്കാൻ ആ അമ്മയ്ക്ക് എത്രയും സന്തോഷമായിരുന്നു. 1982 27 വയസ്സിൽ ഫാദർ റോബർട്ട് പ്രെവോസ്റ്റായി അവൻ അഭിഷിക്തനായ ശുശ്രൂഷയിൽ ആത്മനിർവൃതിയോടെ ആ അമ്മയും പങ്കുചേർന്നിരുന്നു. 1990 ക്യാൻസർ രോഗബാധിതയായി മിസ്സിസ് പ്രെവോസ്റ്റ് മരണമടഞ്ഞു. തന്റെ ഇളയ മകൻ ലോകത്തിലെ 1.4 ബില്യൺ കത്തോലിക്കരുടെ ആത്മീയ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങൾ ആ അമ്മയ്ക്ക് നിത്യതയിൽ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ആവേ മരിയ ഗീതങ്ങൾ അതിമനോഹരമായി പാടി ജീവിച്ചിരിക്കെ മാതൃഭക്തിയിൽ പരിചിതരുടെ ഇടയിൽ സ്ഥാനം നേടിയ ആ അമ്മയുടെ മകൻ ആഗോള വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഞായറാഴ്ച സന്ദേശത്തിൽ സ്വർലോകരാജ്ഞി ഗാനം ആലപിച്ചതും പാപ്പയായ ശേഷം ജനസേനോയിലെ പരിശുദ്ധ അമ്മയുടെ സവിധത്തിലേക്ക് നടത്തിയ ആദ്യ യാത്രയും എല്ലാം മിൽഡ്രഡ് എന്ന അമ്മ മകന് നൽകിയ ആത്മീയ രൂപീകരണത്തിന്റെ പ്രതിഫലനങ്ങൾ ആണെന്നത് നിസ്സംശയം പറയാം. റോബർട്ട് പ്രെവോസ്റ്റിന്റെ മാതാപിതാക്കൾ മിൽഡ്രഡും ലൂയിസും അദ്ദേഹത്തിന് വളരെയധികം ആത്മവിശ്വാസം നൽകിയിരുന്നതായി കൗമാരപ്രായത്തിൽ ഭാവി പാപ്പയെ കണ്ടുമുട്ടിയ ബിഷപ്പ് ഡാനിയൽ ടെർലി പറയുകയുണ്ടായി. അഗസ്റ്റീനിയൻ സെമിനാരിയിൽ ചേർന്നപ്പോൾ സ്നേഹനിധിയായ അമ്മയുടെ പ്രോത്സാഹനത്തോടെയാണ് അദ്ദേഹം അത് ചെയ്തത്. മിസ്സിസ് പ്രെവോസ്റ്റിനെ കണ്ടുമുട്ടിയതും തന്റെ ഇളയ മകനിലും സ്വന്തം കത്തോലിക്ക വിശ്വാസത്തിലുമുള്ള അവരുടെ അഭിമാനവും ബിഷപ്പ് ടെർലി ഓർമ്മിച്ചു. അവൾക്ക് ഒരു വിശുദ്ധ പ്രതീതി ഉണ്ടായിരുന്നു. കണ്ടുമുട്ടുന്നവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവവേദ്യമാകുന്ന പ്രകൃതമായിരുന്നു മിൽഡ്രഡിന്റേത് എന്നും ബിഷപ്പ് ഡാനിയൽ ടെർലി പങ്കുവയ്ക്കുകയുണ്ടായി. മാതൃദിനത്തിലെ സന്ദേശത്തിൽ എല്ലാ അമ്മമാർക്കും സ്വർഗത്തിലുള്ള അമ്മമാർക്കും പ്രാർത്ഥനാശംസകൾ നേർന്നപ്പോൾ വലിയ ഇടയന്റെ മനസ്സ് നിറയെ നിത്യതയിലായിരിക്കുന്ന അമ്മ തന്നെ കർത്താവിനും സഭയ്ക്കുമായി വാർത്തെടുക്കുന്നതിൽ വഹിച്ചിട്ടുള്ള നിർണായക പങ്കിനെപ്പറ്റിയുള്ള ഓർമ്മകൾ ആയിരുന്നിരിക്കാം.